ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഉച്ച സമയമാണ് കേട്ടോ. രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങളൊക്കെ കുളിച്ച് ഫ്രഷായി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ചക്കത്തേക്കുള്ള കുറച്ച് ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കനാണ് ഇന്ന് നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അമ്മ തലേ ദിവസം, അതായത് ഇന്നലെ ടൗണിൽ പോയിട്ട് വന്നപ്പോൾ ചിക്കൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മളൊന്ന് കറിയാക്കുകയാണ്. ചിക്കൻ്റെ കൂടെ നമ്മൾ ചക്കയും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനും ചക്കയാണ് നമ്മുടെ ഇന്നത്തെ കോമ്പിനേഷൻ. അപ്പോൾ ചിക്കൻ കറി താണ്ട് നമ്മൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാൻ പുറത്തിരുന്ന് നമ്മുടെ ചിക്കൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ ചിക്കൻ ഏകദേശം ഒരു വലിയ പീസായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ചെറിയ ചെറിയ പീസാക്കിയിട്ട് പിന്നെ അത് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അന്നേരം അതിന് കറി വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പൊടിക്കാൻ വേണ്ടിയിട്ടുള്ള മുളകും മല്ലിയല്ല, മറ്റേ അത് പുളിഞ്ചിക്കയാണ് കേട്ടോ. അവിടെ ഇലിമ്പിക്ക എന്നല്ലേ, പുളിഞ്ചിക്ക എന്നാണ് ഇവിടെ പറയുക. അത് ഉണക്കാൻ വെച്ചിട്ടുണ്ട് അച്ചാറിടാൻ വേണ്ടിയിട്ട്. പിന്നെ വറ്റൽ മുളകും ഉണക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, അത് പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ്ട് ഞാൻ അതിലേക്ക് വേണ്ടുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ചതച്ചെടുക്കുകയാണ് നമ്മുടെ കല്ലിൽ വെച്ചിട്ട്. അപ്പം അവിടെ ഇരിക്കുന്ന അമ്മൂമ്മയാണ് കേട്ടോ, അമ്മയാണ് അതുപോലെ ഉള്ളി പൊളിച്ച് തന്നതും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് നമുക്ക് പണി കുറച്ചുകൂടി എളുപ്പമായി. അപ്പോൾ അമ്മൂമ്മ ഓരോന്നിങ്ങനെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് തരുന്നതനുസരിച്ച് ഞാനത് ഇടികലിലിട്ട് ചതച്ച് മാറ്റി വെച്ചു നമ്മുടെ കറിക്ക് വേണ്ടിയിട്ടുള്ളത്. പിന്നെ കൂട്ടത്തിൽ അമ്മ രസം വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ നമ്മുടെ ചിക്കനിലേക്ക് പൊടികൾ, നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ ചിക്കൻ മസാല, പിന്നെ ഗരം മസാല, അങ്ങനെയുള്ള പൊടി ഐറ്റംസ് എല്ലാം ഇട്ട്, പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുരുമുളകൊന്ന് ചതച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും പിന്നെ കുറച്ച് സവാള എല്ലാം കൂടി ഇട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നന്നായിട്ട് അതെല്ലാം ഒന്ന് ചിക്കനിലേക്ക് പൊടികളൊക്കെ പിടിക്കുന്നത് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുക്കറിലാണ് കേട്ടോ വെക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഏകദേശം സമയം കുറച്ച് അതിക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ ഇനിയും ലേറ്റ് ആവും. നമ്മളല്ലാണ്ടാണ് അത് പൊതുവേ ഇവിടെ അമ്മ അങ്ങനെ കുക്കറിൽ ചിക്കൻ അങ്ങനെ വെക്കാറില്ല കേട്ടോ. കാരണം പെട്ടെന്ന് തന്നെ വെന്ത് പോകുന്നു വെച്ചിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 1 വിസിൽ വരെ അതുവരെ ഞാൻ ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരുപാടൊന്നും വെന്ത് പോയിട്ടുണ്ടായിരുന്നില്ല, ഒരു നോർമൽ വേവ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം നമ്മുടെ കുക്കറിലേക്ക് ഇനി ചിക്കൻ ഇടും. അപ്പോൾ വേറെ സെപ്പറേറ്റ് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ചിക്കനിൽ തന്നെ വെള്ളമുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് ചിക്കൻ്റെ വെള്ളത്തിൽ അതിൽ തന്നെ ഒന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ കുക്കറിലേക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ചിക്കൻ ഇതിലേക്ക് ഇടുന്നത്. അപ്പോൾ കറിവേപ്പില ഉണ്ടായിരുന്നില്ല, അപ്പോൾ കറിവേപ്പില ഇടാണ്ടാണ് നമ്മൾ ചിക്കൻ കറി വെക്കുന്നത് കേട്ടോ. അപ്പം അതിൻ്റേതായ ഒരു ചെറിയൊരു ഇതുണ്ട്. കാരണം കറിവേപ്പില നമ്മുടെ കറികൾക്കൊക്കെ ടേസ്റ്റും മണവും ഒക്കെ കൂട്ടുമല്ലോ. അപ്പോൾ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് വല്ലാത്തൊരു വിഷമമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ കുക്കറിലേക്ക് ചിക്കനൊക്കെ ഇട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പുറത്ത് അടുപ്പിൽ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടിയിലേക്ക് നമ്മളിനി സവാളയും അതുപോലെ തന്നെ എല്ലാം വഴറ്റിയെടുത്തിട്ട് നമ്മൾ ഈ വെന്ത ചിക്കൻ അതിലേക്ക് ഇട്ട് വെന്ത നമ്മുടെ ഈ ചിക്കൻ ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ നമ്മുടെ ഈ ചീനിച്ചട്ടിയിലേക്ക് ഇട്ട് നമ്മൾ വീണ്ടും ഒന്ന് കറിയാക്കി എടുക്കും കേട്ടോ. നമ്മുടെ പൊടികളൊക്കെ ഒന്നുകൂടി വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഞാനതിലേക്ക് എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് പെരുംജീരകം കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെരുംജീരകം ഇടുമ്പോൾ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ പെരുംജീരകവും പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് ചതച്ചതും, പിന്നെ സവാളയും തേങ്ങാക്കൊത്ത് എല്ലാം കൂടെ ഇട്ട് ഒരുപാടങ്ങ് വഴണ്ടെടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് വഴണ്ടിട്ട് അതിലേക്ക് പിന്നെ പൊടികൾ ഇട്ട് കൊടുത്ത് നമ്മൾ ആദ്യം ചിക്കനിലേക്ക് ഇട്ട പൊടികൾ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, അങ്ങനെ എല്ലാ ഐറ്റംസും ഇട്ട് കൊടുത്ത് ഉപ്പും എല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കറി ഇവിടെ റെഡിയാക്കുകയാണ്. കറി റെഡിയാക്കി കഴിഞ്ഞിട്ട് വേണം ഇനി ചക്ക എടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഇവിടെ തന്നെ നിൽപ്പുണ്ട് ചക്ക. അപ്പോൾ അതൊരുപാട് നല്ല വിളവെത്തിയ ചക്കയാണ് കേട്ടോ. അപ്പോൾ അത് എടുക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ കറി ഒന്ന് നമ്മൾ അടുപ്പിലാക്കിയിട്ട് അതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമ്മൾ പോയി ചക്ക എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ കറി അന്നേരത്തേക്ക് അവിടെ ഇരുന്ന് ഒന്ന് അതിൻ്റെ ചാറും ഒക്കെ ഒന്ന് പറ്റി വന്നോളും. അപ്പോൾ നമ്മുടെ കറിയൊക്കെ അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ ചക്ക എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പ്ലാവിൽ ഇതുപോലെ അത്യാവശ്യം നല്ല രീതിയിൽ ചക്കയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ താഴെ നിന്നൊരു ചക്ക അമ്മ മുറിച്ചിട്ടതാണ്. അപ്പോൾ അതെടുത്തുകൊണ്ട് ഞാൻ വരികയാണ് കേട്ടോ.
അപ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടത് അതായത് വിളഞ്ഞിട്ട് ഒരുപാട് മൂപ്പെത്തിയിട്ട് അതൊന്ന് വിണ്ട് കീറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അത് മുറിക്കുകയാണ്, ചക്ക മുറിക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ മാക്സിമം ഞാൻ മുറിച്ചിട്ട് അത് രണ്ടായിട്ട് മുറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ അമ്മ എനിക്കത് മുറിച്ച് തന്നു. പിന്നെന്താ, അപ്പം കഴിച്ച് നോക്കിയപ്പോൾ ഇത് നല്ല ചക്കയാണ്, വരിക്കച്ചക്കയാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അത് വറക്കാനൊക്കെ സൂപ്പർ ചക്കയാണ്. അപ്പോൾ ഞാനതൊന്ന് മുറിച്ചെടുത്ത്, എന്നിട്ട് എന്നെ കൊണ്ട് പറ്റാഞ്ഞിട്ട് അമ്മ എനിക്കൊന്ന് അത് നന്നായിട്ട് മുറിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് എടുത്ത് നോക്കിയപ്പോൾ തന്നെ നല്ല അതിൻ്റെ കളറൊക്കെ എന്ന് വെച്ചാൽ നല്ലൊരു മഞ്ഞ കളറായിട്ട് നല്ല വിളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് കഴിച്ച് നോക്കി. അപ്പോൾ നമ്മൾ ചക്ക മുറിക്കുമ്പോൾ ആരായാലും ഇങ്ങനെ അതിൻ്റെ ഒരു ചുളയെടുത്ത് കഴിക്കാതിരിക്കില്ല കേട്ടോ. അപ്പോൾ ഞാനത് കഴിച്ചിട്ട് ഞാൻ അമ്മൂമ്മയ്ക്കൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മൂമ്മയാണ് നമ്മുടെ ചക്കയൊക്കെ മുറിച്ച് തന്നത് മീൻസ് അതൊക്കെ ഒന്ന് ക്ലീനാക്കി തന്നത്. അപ്പോൾ ഞാൻ അപ്പുറത്തിരുന്ന് അരിയുന്നുണ്ടായിരുന്നു ചക്ക. അമ്മൂമ്മയാണെങ്കിൽ അതിൻ്റെ ചവണിയും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് അവിടെ നിന്ന് അരിയുന്നുണ്ട്. പിന്നെ നമുക്കിനി ചക്കയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. അപ്പോൾ നമ്മൾ ചക്ക വൃത്തിയാക്കി എടുത്തതിൻ്റെ അവിടെ കണ്ടോ ചക്കമടലും കാര്യങ്ങളൊക്കെ അവിടെ കിടക്കുകയാണ്. അപ്പോൾ ഇനി അതൊക്കെ എടുത്ത് വെക്കണം. അപ്പോൾ നമുക്ക് കുഞ്ഞമ്മയ്ക്ക് അവിടെ പശു ഉണ്ട് കേട്ടോ. അപ്പോൾ പശുവിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണത്. അതൊക്കെ എടുത്ത് മാറ്റി വെക്കണം ഇനി. അപ്പോൾ നമ്മൾ ചക്കയ്ക്ക് വേണ്ടിയിട്ട് അരപ്പിന് നമ്മൾ തേങ്ങയും പിന്നെന്താ പച്ചമുളക് അത്യാവശ്യം ഞാനൊരു 3-4 ഇട്ടിട്ടുണ്ട്. കാരണം ചക്കയ്ക്കൊരു എരിവിന് വേണ്ടിയിട്ട്. പിന്നെ മുളക് പൊടിയും ജീരകപ്പൊടിയും കൂടെ ആണ് നമ്മൾ ചക്കയ്ക്ക് അരപ്പിന് വേണ്ടിയിട്ട് ഇടുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് നമ്മൾ ചക്ക ഇതുപോലെ അമ്മ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഒരുപാട് നന്നായിട്ട് വേവുന്ന ചക്കയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നേരമൊന്നും അടുപ്പിൽ വെക്കേണ്ട കാര്യം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അരപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുകയാണ്. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട. നമ്മൾ ഈ അരപ്പ് കഴുകി ഒരു കുറച്ച് വെള്ളം മാത്രം ചക്കയിലേക്ക് ഒഴിച്ചാൽ മതി. അപ്പോഴത്തേക്കും നല്ല സൂപ്പർ ചക്ക വേവിച്ചത് റെഡി ആവും കേട്ടോ. അപ്പം ഇവിടെ വരുമ്പോൾ ചക്കയായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പം ഇവിടെ എല്ലാ വീടുകളിലും ഇതുപോലെ പ്ലാവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചക്കയൊക്കെ ഇഷ്ടം പോലെ കിട്ടും. അതുപോലെ തന്നെ ഇവിടെ കൂടുതലും കൃഷികളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ പശു, ആട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും നമുക്കിവിടെ കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഏകദേശം റെഡിയായി. സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ ചക്കയും റെഡിയായി കേട്ടോ. ചക്ക റെഡിയായി കഴിഞ്ഞാൽ ചക്കയുടെ കൂടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചൂടോടെ ചക്ക എടുത്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എത്ര പേര് അങ്ങനെ കഴിച്ചിട്ടുണ്ട്? നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ പണ്ട് മുതലേ ഇതുപോലെ ചക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചക്ക ചീനി, അതായത് നമ്മുടെ ചീനിയൊക്കെ വേവിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടമാണ് ചക്ക ഇതുപോലെ വേവിക്കുന്നത്. അത് ചൂടോടുകൂടി കഴിക്കാനായിട്ടോ എനിക്കിഷ്ടം. പിന്നെ അതുപോലെ നമ്മൾ ചക്ക കറി വെക്കും. അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മളങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ അമ്മ അതിൽ നിന്ന് കുറച്ച് ചക്കയുടെ ഇതെടുത്തിട്ട് വറക്കാൻ വേണ്ടിയിട്ട് അരിയുന്നുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം കുട്ടികൾക്ക് ചായയ്ക്ക് കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ചക്ക വറുത്തതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചൂടോടുകൂടി തന്നെ കുറച്ച് ചക്ക വേവിച്ചതെടുത്തു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ ഞാനത് കഴിച്ചു. ഞാൻ കഴിച്ചപ്പോൾ കുട്ടികൾക്ക് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അവന്മാർക്കും കൊടുത്തു കേട്ടോ. അപ്പോൾ അവന്മാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ചൂടോടുകൂടി കഴിക്കാൻ എന്തോ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ചക്ക വേവിച്ചതിൻ്റെ പാത്രം അടച്ചു പോലും വെച്ചിട്ടില്ല. അതിന് മുമ്പേ തന്നെ ഞാൻ കഴിച്ച് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്ക വറുത്തതും ഏകദേശം ആ സമയത്ത് തന്നെ റെഡിയാക്കുന്നുണ്ടായിരുന്നു. കാരണം വൈകുന്നേരം വരെ സമയം പോകണ്ടെന്ന് വെച്ചിട്ട് അപ്പോൾ തന്നെ അമ്മ ചക്കയും വറുത്തെടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയും ഇതാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ.